ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ്. എരിവുള്ള മിക്സ്ചറാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1/2 കിലോ കടലമാവിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കടലമാവിൽ നിറയെ കട്ടകളുണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി അടച്ച് വെക്കുക. കയ്യിൽ ഒട്ടണ ഇത് വരുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് മാറ്റി വെക്കുക. ഇതുപോലെ ചപ്പാത്തിക്ക് കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതൊന്ന് മൊരിഞ്ഞൊക്കെ വരുമ്പോൾ അത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ 1/2 കപ്പ് കപ്പലണ്ടിയും 1/2 കപ്പ് പൊട്ടുകടലയും കൂടി വറുത്തെടുക്കുക. അത് വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഇനി അതുപോലെ കപ്പലണ്ടിയൊക്കെ വറുത്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ, ഇടിയപ്പം ഉണ്ടാക്കുന്ന ഹോളുള്ള ചില്ലല്ല ഇടേണ്ടത്, അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള ഹോളുള്ള ചില്ലിട്ടിട്ട് അതിൽ വേണം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കിട്ടും. എന്നിട്ട് അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യണം. ഇതിൽ എരിവ് കുറച്ച് കുറവായിരിക്കും, അപ്പോൾ കുറച്ചും കൂടി മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നാലേ കടയിൽ നിന്ന് മേടിക്കണം അതേപോലെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങൾക്ക് എത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല, ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.